ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളും അതിലെ രാജകുമാരന്മാരായ മെസ്സിയും അർജൻറ്റീനയും, റൊണാൾഡോയും പോർച്ചുഗലും, എംബാപ്പയും ഫ്രാൻസും എല്ലാമായിരുന്നു. എന്നാൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ പര്യവസാനത്തോടുകൂടി ചർച്ച സ്പെയിനിലേക്കും, സ്പെയിനിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ 19 വയസ്സുകാരനായ കളിക്കാരൻ യാമിൽ യമാലിലേക്കും മാറുകയുണ്ടായി. ഈ ഫുട്ബോൾ മത്സരം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം യുവശക്തിയെ അവഗണിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലുമുണ്ടായ ഭരണമാറ്റത്തിൽ യുവശക്തിയുടെ സ്വാധീനം നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിലുണ്ടായ ഒരു പരാമർശത്തെ തുടർന്ന് അഭിജിത്ത് ദിപ്കെ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ യുവാവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ തൻ്റെ അഭിപ്രായം പരസ്യപ്പെടുത്തുകയും ദിവസങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് യുവജനങ്ങൾ അതിനെ പിന്തുടരുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി രൂപം കൊണ്ടു. അവർ ഇന്ന് ചില ആവശ്യങ്ങളുമായി ഡൽഹിയിൽ സമരമുഖത്താണ്. ഈ അവസരത്തിൽ തന്നെ ഡൽഹിയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ജനപ്രതിനിധികളുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുവാക്കളുടെ ആവശ്യങ്ങൾ നമ്മുടെ ശ്രീകോവിലിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചർച്ചകളാണ് ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല്. അവരുടെ ആവശ്യങ്ങൾ ന്യായവും യുക്തവുമാണെങ്കിൽ അത് തീർച്ചയായും അംഗീകരിക്കണം. അത് ഓരോ ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്തമാണ്. അതിനുള്ള ഒരു തുറവി നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.